മൈഗ്രെയിൻ തലവേദന വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് ആദ്യം. ഒരു തലവേദന വന്നു കഴിഞ്ഞാൽ നമുക്ക് മെഡിസിൻ ആശ്രയിക്കുന്നതിന് മുമ്പ് തന്നെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതായത് ഈ നേരത്തെ പറഞ്ഞ ഈ ട്രിഗറുകൾ ഒഴിവാക്കുക. അതായത് ഹൈ ഇന്റൻസിറ്റി ലൈറ്റിൽ നിന്ന് ഒഴിവായി ഒരു ഇരുണ്ട സാഹചര്യത്തിൽ പോയി ഇരിക്കുക, ശബ്ദങ്ങൾ അങ്ങനത്തെ ഉള്ള സ്ഥലത്ത് നിന്ന് ഒഴിവാകുക, റെസ്റ്റ് എടുക്കുക, നല്ലവണ്ണം കണ്ണടച്ച് ഉറങ്ങുക, ഡീപ്പ് ബ്രീത്ത് എടുക്കുക, മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ അറിയാന്നുള്ള ആൾക്കാരാണെങ്കിൽ അത് ട്രൈ ഔട്ട് ചെയ്യാൻ നോക്കുക. അതുപോലെ ഭക്ഷണ ക്രമീകരണങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളത് ഇത് പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കും. ഈ കൃത്യസമയത്തുള്ള ഭക്ഷണം, കൃത്യസമയത്തുള്ള ഉറക്കം, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധ ചെലുത്തുക. ഇങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് മൈഗ്രെയിൻ തടയാനും മൈഗ്രെയിൻ ഒരു സാഹചര്യത്തിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കാനും നമുക്ക് സഹായിക്കും. പിന്നെ മരുന്നുകൾ, ഇതിന് പലതരം മരുന്നുകളുണ്ട്. ചില ആൾക്കാർക്ക് പാരസെറ്റമോൾ പോലെയുള്ള മരുന്നുകളിൽ തന്നെ അതിന്റെ തലവേദനയുടെ തുടക്കത്തിൽ തന്നെ കഴിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും, തലവേദന കുറയ്ക്കും. പക്ഷേ ചില ആൾക്കാരിൽ അത് പോരാതെയായിട്ട് വരും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അതിന് വേണ്ടിയിട്ടായിട്ടുള്ള പ്രത്യേകതരം മെഡിസിൻസ് ഉണ്ട്. അത് ന്യൂറോളജിസ്റ്റിനെ കണ്ട് ആ മെഡിസിൻസ് അതിന്റെ കൃത്യമായിട്ടുള്ള അളവിൽ, കൃത്യമായിട്ടുള്ള ദൈർഘ്യത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു വ്യത്യാസം നമുക്ക് ഉണ്ടാവാൻ സാധിക്കും. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ തലവേദന ടിപ്പിക്കൽ മൈഗ്രെയിൻ ആണ്. മൈഗ്രെയിൻ വിത്തൗട്ട് ഓറ എന്ന് പറയും. അതിന് വേറൊരു ടൈപ്പ് മൈഗ്രെയിൻ ഉണ്ട്, അതാണ് മൈഗ്രെയിൻ വിത്ത് ഓറ. മൈഗ്രെയിൻ വിത്ത് ഓറ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തലവേദന വരുന്നതിന് മുന്നോടിയായിട്ട് ഈ ഓറ എന്നുള്ള വാക്കിന്റെ അർത്ഥം തലവേദനയ്ക്ക് മുൻകൂറായിട്ട് നമുക്ക് ചില ലക്ഷണങ്ങൾ കാണാം. അതായത് തലവേദനയ്ക്ക് മുമ്പ് നമ്മുടെ കാഴ്ചയിൽ ഒരു ഭാഗം മങ്ങിപ്പോവുക, അല്ലെങ്കിൽ നമുക്ക് ചുറ്റും കറങ്ങുന്നത് പോലെയുള്ള ഒരു സെൻസേഷൻ തോന്നുക, ചില ശബ്ദങ്ങൾ മാറുക, നമ്മുടെ വിഷ്വൽ ഫീൽഡിൽ ഇങ്ങനെ ലൈറ്റുകൾ പോലെ വരിക. ഇങ്ങനെയൊക്കെ ഒരു സിംറ്റം വന്നതിന് ശേഷം പെട്ടെന്ന് അത് തലവേദനയായിട്ട് പരിണമിക്കും. ഇങ്ങനത്തെ തലവേദനയാണ് മൈഗ്രെയിൻ വിത്ത് ഓറ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു തരം മൈഗ്രെയിൻ ഉള്ള ആൾക്കാരിലും ചികിത്സയിൽ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ഇതേ രീതിയിൽ തന്നെയാണ് ചികിത്സിക്കേണ്ടത്, ഇതേപോലെയുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഒഴിവാക്കേണ്ടത്. അപ്പൊ അങ്ങനെയുള്ളതിനെ തിരിച്ചറിയാനും നേരത്തെ തന്നെ ചികിത്സ എടുക്കാനും ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ നമുക്ക് സഹായിക്കും.